ഫ്യൂ ഡേയ്സ് ബാക്ക് ഞാൻ ഉണ്ടാക്കിയ പാൻകേക്ക് വീഡിയോ ഭയങ്കര സക്സസ് ആയതുകൊണ്ടും എല്ലാവർക്കും എൻ്റെ ഫുഡ് ഇഷ്ടമായതുകൊണ്ടും അതുകൊണ്ടൊരു കോൺഫിഡൻസ് വന്നതുകൊണ്ടും നമുക്ക് ഇന്ന് പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്യാം. വിത്തിൻ 10 to 15 മിനിറ്റ്സ് നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളത് നമ്മൾ ചിക്കൻ വേവിക്കുക എന്നുള്ളതാണ്. വേവിച്ച ചിക്കൻ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വീട്ടിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു ഡിഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫില്ലിംഗ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും ഹൈപ്പ് കൊടുത്ത ഡിഷിന്റെ പേരാണ് ബ്രെഡ് ബോൾസ്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ, നമ്മൾ ഇതിന് ബോളാക്കി എടുക്കണം. സോ അതിന് ബ്രെഡിനെ നമ്മൾ വാട്ടറിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് എക്സസ് വാട്ടർ കളഞ്ഞ് ഫില്ലിംഗ് ആഡ് ചെയ്യണം. എന്നിട്ട് ബ്രെഡിനെ 4 സൈഡിൽ നിന്നും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ബോളാക്കി എടുക്കണം. ഇവിടെ ആകുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡിനെ വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ സമയം ഡിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അന്നേരം നല്ലോണം സോഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ടിപ്പ് ഞാൻ പ്രത്യേകം എൻ്റെ എക്സ്പീരിയൻസ് എടുത്ത് പറയുന്നതാണ്. കാരണം എൻ്റെ 2-3 എണ്ണം ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ലെറ്റ് us continue. അങ്ങനെ ബോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ മൈദ പേസ്റ്റിൽ മുക്കുക ആൻഡ് ദെൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി ടാസ്ക് ഒന്നുമില്ല. നമ്മൾ സാധാ സമൂസ ഒക്കെ പൊരിക്കുന്ന പോലെ പാൻ എടുക്കുക, ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, പൊരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പം എത്ര സ്പീഡിലാണോ കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കുമ്പോഴും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫുഡ് റെഡി ആയിട്ടുണ്ട്, പക്ഷെ നോമ്പല്ലേ, തിന്നാനൊന്നും പറ്റൂല.